അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി ജബ്ബാർ സൂറത്ത് ഖുറൈശുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനുബന്ധമായി ചില ഹദീസുകളാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഹദീസുകൾ ജാതി വ്യവസ്ഥയെ വെള്ളപൂശുന്നതും അതിനെ മഹത്വവൽക്കരിക്കുന്നതുമാണ് എന്നാണ് ജബ്ബാറിൻ്റെ വാദം. ആ ഹദീസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസ് എന്തിനെയാണ് കുറിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുക. ജബ്ബാർ ഇവിടെ പറയുന്ന സംഗതി നമ്മൾക്ക് കേൾക്കാം. ഒരുപാട് ഹദീസുകളിലുണ്ട്. ഞാൻ ഹദീസുകളിൽ ചിലത് കൂടെ കാണിക്കാം. വാത്തില ഇബ്നു അൽ അസ്ഖ reported, I heard Allah's messenger as saying, verily Allah granted eminence to Kinana from among the descendants of Ismail, and he granted eminence to the Quraysh among Kinana, and he granted eminence to Banu Hashim amongst the Quraysh, and he granted me eminence from the tribe of Banu Hashim. ആദം സന്തതികളിൽ നിന്ന് ഇസ്മായിലി വംശജർക്ക് അള്ളാഹു പ്രത്യേകം ശ്രേഷ്ഠത നൽകി. ആ ഇസ്മായിലി വംശജരിൽ പിന്നെ മുഹമ്മദിന്റെ പൂർവ്വ ഗോത്രമായിട്ടുള്ള കിനാന ഗോത്രത്തിന് ശ്രേഷ്ഠത നൽകി. ആ കിനാന ഗോത്രത്തിന് കീഴിലുള്ള ഖുറൈശികൾക്ക് പ്രത്യേകം ശ്രേഷ്ഠത നൽകി. ഖുറൈശികളുടെ കീഴിലുള്ള ബനു ഹാഷിം കുടുംബത്തിന് ശ്രേഷ്ഠത നൽകി. ബനു ഹാഷിം കുടുംബത്തിൽ മുഹമ്മദ് എന്ന എനിക്ക് ശ്രേഷ്ഠത നൽകി എന്നാണ് ഇവിടെ ഈ റേസിസ്റ്റ് യാതൊരു ഉളുപ്പുമില്ലാതെ വിശദീകരിക്കുന്നത്. ഇവിടെ ജബ്ബാർ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്? ജബ്ബാറി പറയുന്നത് പോലെ റൈസിസ്റ്റ് എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അതായത് ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്ന ആൾ, അതിന് ഉന്നതി മഹത്വം കൽപ്പിക്കുന്ന ആൾ എന്നുള്ളതാണ് ജബ്ബാർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹദീസിൽ എന്താ പറഞ്ഞത്? ഹദീസ് ഇങ്ങനെയാണ്: ഇന്നല്ലാഹു ഇസ്തഫാ കിനാനത മിൻ വലദി ഇസ്മായിൽ. അള്ളാഹു ഇസ്മായിൽ സന്തതികളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശം മിൻ കിനാന. കിനാനയിൽ നിന്ന് ഖുറൈശിനെ തിരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശ് ബനി ഹാഷിം. ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു. വസ്തഫാനി മിൻ ബനി ഹാഷിം. ബനു ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. ഇവിടെ പ്രയോഗിച്ച പ്രയോഗം ഇസ്തഫ, തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഈ തിരഞ്ഞെടുക്കുക എന്ന വാക്ക് എന്തിനുപയോഗിക്കും എന്നുള്ളത് ജബ്ബാറിനറിയില്ല. അതുകൊണ്ടാണ് അവന് റൈസിസ്റ്റ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. റൈസിസം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. ഇന്ത്യയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, ഈ 4 ജാതികൾ. ഇതിൽ ശൂദ്രർ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. ബാക്കി മനുഷ്യരൊക്കെ പഞ്ചമികളാണ്. ഈ ജാതി വ്യവസ്ഥയാണോ ഇസ്തിഫാ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? വിശുദ്ധ ഖുർആൻ പലയിടത്തും ഇസ്തിഫാ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. സൂറത്ത് ആല ഇമ്രാനിൽ നമ്മൾക്ക് ഇങ്ങനൊരായത്ത് കാണാം: ഇന്നല്ലാഹു ഇസ്തഫാ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹീമ വ ആല ഇമ്രാൻ അലൽ ആലമീൻ. ഖുർആനിലെ 22-ാമത്തെ ആയത്താണിത്. ഇന്നല്ലാഹു ഇസ്തഫാ ആദം. അള്ളാഹു ആദമിനെ തിരഞ്ഞെടുത്തു. വ നൂഹൻ, നൂഹിനെയും. വാല ഇബ്രാഹിം, ഇബ്രാഹിം കുടുംബത്തെയും. വാല ഇമ്രാൻ, ഇമ്രാൻ കുടുംബത്തെയും. അലൽ ആലമീൻ, മറ്റു മനുഷ്യരെക്കാൾ. ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്താണ്? ഖുർആൻ ഇസ്തിഫാ എന്നത് നന്മയുടെ കാര്യത്തിലുള്ള തിരഞ്ഞെടുപ്പിനാണ് ഇസ്തിഫാ പ്രയോഗിച്ചിട്ടുള്ളത്. ഉദാഹരണത്തിന് മറിയമിനോട് അള്ളാഹു പറഞ്ഞതായി ഇതേ സൂറത്ത് ആല ഇമ്രാനിൽ പറയുന്നുണ്ട്:
വൈദ കാലത്തിൽ മലായിക്കത്തു യാ മറിയം ഇന്നല്ലാഹ സ്തഫാക്കി വതഹറക്കി വസ്തഫാക്കി അലാ നിസായിൽ ആലമീൻ. മറിയമേ, നിന്നെ അള്ളാഹു ഇസ്തഫാക്കി, നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. വതഹറക്കി, നിന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നു. വസ്തഫാക്കി അലാ നിസായിൽ ആലമീൻ, മറ്റ് മനുഷ്യ സ്ത്രീകളെക്കാളൊക്കെ നിനക്ക് അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു പെണ്ണിന് മറ്റ് സ്ത്രീകളെക്കാളൊക്കെ നൽകിയിട്ടുള്ള മഹത്വത്തെക്കുറിച്ചാണ് പറയണമെങ്കിൽ തൊട്ട് മുമ്പ് ഓതിയിട്ടുള്ള ആയത്തിൽ ആദം, നോഹ്, ഇബ്രാഹിം കുടുംബം, ഇമ്രാൻ കുടുംബം ഇവർക്ക് മഹത്വം നൽകിയതാണ്. തിരഞ്ഞെടുത്തു എന്നാണ് ഇസ്തഫ എന്ന് പറഞ്ഞാൽ. ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നന്മയുടെ കാര്യത്തിൽ ഉള്ള തിരഞ്ഞെടുപ്പാണ്. വിശേഷിച്ചും പ്രവാചകത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആദം, നോഹ്, ആലി ഇബ്രാഹിം, ആലി ഇമ്രാൻ ഇവരോട് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവിടെ ആദം പ്രവാചകനാണ്, നോഹ് പ്രവാചകനാണ്, അതുപോലെ ഇബ്രാഹിമിൻ്റെ കുടുംബത്തിൽ പ്രവാചകന്മാരുണ്ട്, ഇമ്രാൻ കുടുംബത്തിൽ പ്രവാചകന്മാരുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ ആക്ഷേപം ജബ്ബാറിന് ഖുർആനെ സംബന്ധിച്ച് ആക്ഷേപിക്കുക. ഖുർആൻ അള്ളാഹു റേസിസ്റ്റാണ്. യഥാർത്ഥത്തിൽ പ്രവാചകത്വം എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്, അംഗീകരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ മഹത്വം മനസ്സിലാവുള്ളൂ. പ്രവാചകത്വം എന്ന് പറയുന്നത് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു മനുഷ്യരിൽ നിന്ന് തന്നെ ചില പ്രത്യേക ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനാണ്. അതാണ് ഇവിടെ ആദം, നോഹ് ഇവരടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആദമിൻ്റെ സന്തതികളിൽ നിന്ന് ഇബ്രാഹിമിൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുത്ത് പറഞ്ഞാൽ ഇബ്രാഹിമിൻ്റെ കുടുംബത്തിൽ എല്ലാവരും പ്രവാചകന്മാരായിരുന്നു എന്നല്ല. ഇബ്രാഹിമിൻ്റെ കുടുംബത്തിലെ ചില ആളുകളെ പ്രവാചകന്മാരായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ബനു ഇസ്രായേലും ബനു ഇസ്മായിലും പെടും. ബനു ഇസ്മായിൽ ഇസ്ഹാഖ് നബിയുടെ സന്തതികളുടെ പാരമ്പര്യമാണെങ്കിൽ ബനു ഇസ്മായിൽ നബിയുടെ പാരമ്പര്യമാണ്. പിന്നെ ഇസ്രായേലികളിൽ തന്നെ ആലി ഇമ്രാനെ തിരഞ്ഞെടുത്തു പറഞ്ഞാൽ ഇമ്രാൻ കുടുംബത്തിൽ നിന്നും ഇതുപോലെ പ്രവാചകന്മാരുണ്ട്. ഈ ഇസ്തിഫ ആണ് ഇവിടെ ഇസ്മായിലിൻ്റെ സന്താനങ്ങളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു എന്നും കിനാനയിൽ നിന്ന് ഖുറൈശിയെ തിരഞ്ഞെടുത്തു എന്നും ഖുറൈശികളിൽ നിന്ന് ബനു ഹാഷിമിനെ തിരഞ്ഞെടുത്തു എന്നും ബനു ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു എന്നും പറയുന്നത്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മായിൽ സന്തതികളിൽ കിനാന വംശത്തിലൂടെ ഖുറൈശികളിലൂടെ ബനു ഹാഷിമിൽ ആണ് എത്തിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ്. ജബ്ബാറും ആളുകളും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും പ്രവാചകന്മാർക്ക് മറ്റു മനുഷ്യരെക്കാളൊക്കെ മഹത്വമുണ്ട്. അത് ജാതി വ്യവസ്ഥയല്ല, അത് ധാർമ്മികതയുടെ, സന്മാർഗികതയുടെ മഹത്വമാണ്. അവരെ അള്ളാഹു പ്രവാചകത്വം നൽകി, അവർക്ക് ദൗത്യം നൽകി, മനുഷ്യരെ സന്മാർഗത്തിലേക്ക് നയിക്കാനുള്ള ഉത്തരവാദിത്വം അവരേൽപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അള്ളാഹു അഅലമു ഹൈസു യജാലു റിസാലത്തഹു, തൻ്റെ ദൗത്യം എവിടെ വെക്കണം, ആർക്ക് നൽകണം എന്നത് അള്ളാഹുവിനാണ് അറിയാം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തിരഞ്ഞെടുത്തതിനെ സംബന്ധിച്ചാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടെ മനുഷ്യരിൽ ജാതി വ്യവസ്ഥ അനുസരിച്ച് ഖുറൈശികൾക്ക് കിനാനക്കാണ്, ഇസ്മായിൽ സന്തതികൾക്കാണ്, ഇസ്മായിൽ സന്തതികളിൽ തന്നെ കിനാന കുടുംബത്തിനാണ്, കിനാന കുടുംബത്തിൽ തന്നെ ഖുറൈശികൾക്കാണ്, ഖുറൈശികളിൽ തന്നെ ബനു ഹാഷിമിനാണെന്നല്ല. ഈ വിവേചനം ഖുറൈശികളിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖുറൈശികളുടെ ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. ജബ്ബാർ പറയുന്ന അനുസരിച്ച് ജാതി വ്യവസ്ഥയാണെങ്കിൽ ഖുറൈശികളിലെ ബനു ഹാഷിം അവരാണ് ഖുറൈശികളിലുള്ള ഉമവികൾ, ബനു അബ്ദുദ്ദാർ, ബനു അബ്ദു ഷംസ് തുടങ്ങിയുള്ള എല്ലാ ഗോത്രങ്ങളെക്കാളും ഞങ്ങളാണ് മഹത്വമുള്ളവർ എന്ന് അവർ പറയുകയോ അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിലേതുപോലെ ഇവരൊക്കെ ഞങ്ങൾക്ക് സേവനം ചെയ്യേണ്ടതാണ്, ഞങ്ങളാണ് മഹത്വമുള്ള സംഘം, ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് വിടുവേല ചെയ്യേണ്ടവരാണ് എന്ന് ഇതിലെവിടെയും പറയില്ല. ഇവിടെ പറഞ്ഞ ഇസ്തഫ, തിരഞ്ഞെടുത്തു എന്നാണ്. ഇസ്തിഫാ എന്നത് മനുഷ്യരിൽ നിന്ന് മാത്രമല്ല മലക്കുകളിൽ നിന്ന് പോലും അള്ളാഹു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. മലക്കുകൾക്ക് യഥാർത്ഥത്തിൽ ജാതിയും ഒന്നുമില്ല. മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ
അവൻ കൽപ്പിച്ചത് മാത്രം ചെയ്യുകയും അവൻ നിരോധിച്ചതിനെ തീർത്ത് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സൃഷ്ടിയാണ്. അള്ളാഹു യസ്തഫി മിനൽ മലായിക്കത്തി റുസുലൻ വമിനൻ നാസ്. അള്ളാഹു മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തിരഞ്ഞെടുക്കുന്നു, മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അവിടെ ഇസ്തിഫാ എന്നുള്ള പദം ഉപയോഗിച്ചത്. അപ്പോൾ ഇസ്തിഫാ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒന്നുകിൽ ജബ്ബാർ മനസ്സിലാക്കിയിട്ടില്ല, കാരണം ജബ്ബാറിന് അറബി അറിയില്ല. അതല്ലെങ്കിൽ അതറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജബ്ബാർ തെറ്റായിട്ടുള്ള പരികൽപ്പന നൽകുകയാണ് ഇതിനെന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഇസ്തിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ജാതി വ്യവസ്ഥ പോലെ, മനുസ്മൃതിയൊക്കെ പറയുന്നത് പോലുള്ള ഒരു ജാതി വ്യവസ്ഥ അല്ല ഇസ്തിഫ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു ജാതി വ്യവസ്ഥ ഖുർആനായിട്ട് അംഗീകരിച്ചിട്ടുമില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അംഗീകരിച്ചിട്ടില്ല. കാരണം ഖുർആൻ മനുഷ്യരെ സംബന്ധിച്ച് പറഞ്ഞത് യാ യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങൾ ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നാം സൃഷ്ടിച്ചിട്ടുള്ളത്. ജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു, നിങ്ങളെ വ്യത്യസ്ത കുടുംബങ്ങളും ജനപദങ്ങളും ഒക്കെ ആക്കി മാറ്റിയിട്ടുള്ളത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാനാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിങ്കൽ നിങ്ങളിൽ മാന്യന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ കൂടുതൽ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ്. ഇതാണോ ഇവിടെ ജാതി വ്യവസ്ഥ? ജാതി വ്യവസ്ഥ ഒരു ജാതിയിൽ ഒരു വർണ്ണത്തിൽ ജനിച്ച ആൾ അവൻ എത്ര തന്നെ വലിയ ദുഷ്ടനായിരുന്നാലും, അയാൾ ഏറ്റവും വലിയ മനുഷ്യകുലത്തിന് തന്നെ ദോഷം ചെയ്യുന്ന ആളാണെങ്കിൽ പോലും ആ ജാതിയിൽ പിറന്നാൽ അയാൾ മഹാനായി മാന്യനായി എന്നതാണ്. എന്നാൽ ഖുർആൻ അത് അംഗീകരിക്കുന്നില്ല. ഈ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുള്ളതാണ്. ലൈസ ലി അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാലി അബിയദ് അലാ അസ്വദ് വലാലി അസ്വദ് അലാ അബിയദ്. അറബിക്ക് അനറബിക്ക് അറബിയേക്കാൾ, കറുത്തവന് വെളുത്തവന് കറുത്തവനേക്കാൾ യാതൊരു മഹത്വം ഇല്ല എന്നാണ് ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സംഗതിയും കൂട്ടി വായിക്കുമ്പോൾ കൂടുതൽ ബോധ്യമാവും ഈ പറഞ്ഞതിൻ്റെ ആശയം എന്താണ്. ഇതിനൊന്നും തയ്യാറില്ലാതെ ഇസ്ലാമിനെ അവഹേളിക്കാൻ വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറച്ച് തെറി പറയാൻ വേണ്ടി, അങ്ങനെ തൻ്റെ നാക്കിൻ്റെ ചൊറി തീരട്ടെ വിചാരിച്ചിട്ടാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ജബ്ബാർ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തണമെന്നുള്ളതാണ് വസ്തുത. അല്ലാതെ ഇസ്ലാമിലൊരു ജാതി വ്യവസ്ഥയില്ല. ഇസ്ലാമിൽ അങ്ങനെ മനുഷ്യരെ അവരേതെങ്കിലും ഒരു വർണ്ണത്തിൽ ജനിച്ചു, കുടുംബത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മഹത്വവൽക്കരിക്കുന്ന ഏർപ്പാടുമില്ല. അതേ അവസരം അവരെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ധാർമ്മികതയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ പ്രവാചകന്മാരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളതെങ്കിൽ മറ്റ് മനുഷ്യരിൽ നിന്ന്, പ്രവാചകന്മാരല്ലാത്ത മനുഷ്യരിൽ നിന്ന് ഈ മഹത്വം കിട്ടുന്ന ആർക്കാണ്? ആ മഹത്വം കിട്ടുന്നത് ധാർമ്മികമായിട്ട് ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകൾക്കാണ്. അവൻ്റെ വർണ്ണം, അവൻ്റെ കുടുംബം, ഇതൊന്നും ഇവിടെ പ്രശ്നമല്ലാന്നുള്ളതാണ്. അപ്പോൾ ഒരു സംഗതി ഏത് പശ്ചാത്തലത്തിൽ പറഞ്ഞു എന്ന് പോലും പരിശോധിക്കാതെ, അതിന് പരിഗണന കൊടുക്കാതെ, വില കൽപ്പിക്കാതെയാണ് ജബ്ബാർ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള പ്രയോഗങ്ങൾ നടത്തണമെന്നുള്ളതാണ് വസ്തുത. അത് ജബ്ബാറിൻ്റെ മനോഘടന തകരാറിലായതുകൊണ്ടാണ്. കാരണം യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യുക്തിബോധമോ പരിസരബോധമോ ഉണ്ടാവില്ല. ആര് എന്ത് കാര്യം ഏത് സാഹചര്യത്തിൽ പറഞ്ഞു ചിന്തിക്കൂല. തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉപയോഗപ്പെടുത്താവുന്ന വാക്കുകൾ തിരഞ്ഞെടുത്തിട്ട് അതിന് തെറ്റായിട്ടുള്ള അർത്ഥം കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൽപ്പിച്ചിട്ട്, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൃത്രിമം കാണിച്ചിട്ട് ആളുകളെ പറ്റിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. ഇതാണ് ഇവിടെ ജബ്ബാർ ഈ ഹദീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന ഇത്തരത്തിലുള്ള ആരോപണം എന്ന് പറയുന്നത്. അല്ലാതെ ഖുർആനിലോ ഹദീസിലോ പറഞ്ഞ ഇസ്തിഫ എന്ന് പറഞ്ഞാൽ ജബ്ബാർ ഉദ്ദേശിച്ചതുപോലുള്ള റൈസിസം അല്ല, ജാതി വ്യവസ്ഥയല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ അതിബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. ഏത് സാമാന്യ ബുദ്ധിക്കും വിവേകശാലിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് അത് എന്നതാണ് വസ്തുത.